രണ്ട് വീഡിയോകളുള്ള ബലിക്കല്ല് പുരാണത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും പതിവായി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരായിരിക്കും. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ബലിക്കല്ലുകളെക്കുറിച്ച് അറിയാം? ഒരുപക്ഷെ വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കാം അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക. ഈ വീഡിയോ പരമ്പരയിൽ കൂടി നമുക്ക് ബലിക്കല്ലുകളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവ് നേടാൻ ആകുമെന്ന് കരുതുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് ബലിക്കല്ലുകൾ സുപരിചിതമായിരിക്കും. എന്നാൽ എന്താണ് ഈ ബലിക്കല്ലുകൾ? എന്താണ് ഈ ബലിക്കല്ലുകളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അവയെ ക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. ദേവന്റെ വികാരങ്ങളുടെ മൂർത്തിമത് ഭാവങ്ങളാണ് ബലിക്കല്ലുകൾ എന്നാണ് ക്ഷേത്രസങ്കല്പത്തിൽ പറയുന്നത്. നിർബന്ധമായും ശ്രീകോവിലിന് ചുറ്റുമായും ചിലപ്പോഴൊക്കെ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായും ബലിക്കല്ലുകൾ കാണാറുണ്ട്. ബലിക്കല്ലുകൾ കുഴലാകൃതിയിലോ അർദ്ധഗോളാകൃതിയിലോ താഴികക്കുടത്തിൻ്റെ ആകൃതിയിലോ കാണാം. ശ്രീകോവിലിന് സമീപം പ്രദക്ഷിണ വഴിയിൽ ബലിക്കല്ലുകൾ കാണാം. അവ ദേവന്മാർക്കായി അരി, ധാന്യങ്ങൾ, പുഷ്പങ്ങൾ മുതലായവ സമർപ്പിക്കുന്ന കല്ലുകളാണ്. ബലിക്കല്ലുകൾ അഷ്ടദിക്പാലന്മാർ, 11 രുദ്രന്മാർ എന്നീ കാവൽ ദേവതകളെ പ്രതിനിധീകരിക്കുന്നു. ഈ ബലിക്കല്ലുകൾക്ക് ധ്വജദേവതകളെന്നും പറയാറുണ്ട്. മതിൽക്കെട്ട്, പുറത്തെ പ്രദക്ഷിണ വഴി, പുറത്തെ ബലിവട്ടം, ചുറ്റമ്പലം അല്ലെങ്കിൽ നാലമ്പലം, അകത്തെ പ്രദക്ഷിണ വഴി, അകത്തെ ബലിവട്ടം, ശ്രീകോവിൽ എന്നീ 7 ആവരണങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹത്തെ സംരക്ഷിക്കുന്നത്. ബലിക്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്ന പാത ബലിവട്ടം എന്നറിയപ്പെടുന്നു. ക്ഷേത്രങ്ങളിൽ അകത്തും പുറത്തും ബലിവട്ടങ്ങളുണ്ടാകും. അകത്തെ ബലിവട്ടത്തെ സൂക്ഷ്മ ശരീരമായും പുറത്തെ ബലിവട്ടത്തെ സ്ഥൂല ശരീരമായും കണക്കാക്കുന്നു. ബലിക്കല്ല് സാധാരണയായി പുറത്തെയും അകത്തെയും പ്രദക്ഷിണ വഴിയുടെ വലത്തുവശത്താണ് കാണപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്തായി ചില ക്ഷേത്രങ്ങളിലെ വലിയ ബലിക്കല്ലിന് ചുറ്റും 8 ചെറിയ ബലിക്കല്ലുകൾ കാണാം. പ്രധാന ബലിക്കല്ലിന് ചുറ്റുമുള്ള ദേവതകളുടെ പേര് ആരാധിക്കുന്ന ദേവതയെ ആശ്രയിച്ച് മാറുന്നു. വലിയ ബലിക്കല്ല് കൂടാതെ പുറത്തെ ബലിവട്ടത്തിൽ സാധാരണയായി 8 ബലിക്കല്ലുകളാണ് ഉണ്ടാവുക. ഇവ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നീ 4 പ്രധാന ദിക്കുകളിലും വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നീ 4 കോൺ ദിക്കുകളിലുമായുമാണ് സ്ഥാപിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവീദേവന്മാരെ ആശ്രയിച്ച് ഈ ബലിക്കല്ലുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ വർധനവുണ്ടാകാം. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുൻവശത്താണ് വലിയ ബലിക്കല്ല്. ശ്രീകോവിലിൻ്റെ മധ്യഭാഗത്തു നിന്ന് നിശ്ചിത അകലത്തിലാണ് വലിയ ബലിക്കല്ലിൻ്റെ സ്ഥാനം. ഒരു ബലിവട്ടത്തിൽ പ്രധാനമായി 8 കല്ലുകളും ചിലപ്പോൾ 16 കല്ലുകളും കാണാം. വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് ആരംഭിച്ച് ഈശാനൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരൃതി, വരുണൻ, വായു, സോമൻ അല്ലെങ്കിൽ ചന്ദ്രൻ എന്നിങ്ങനെയാണ് 8 പ്രധാന ബലിക്കല്ലുകളുടെ പേരുകൾ. അഷ്ടദിക്പാലകർ, 8 ദിക്കുകൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈശാനൻ ഒരു ഹിന്ദു ദൈവവും വടക്കു കിഴക്കൻ ദിശയിലുള്ള ദിക്പാലകനുമാണ്. അദ്ദേഹം പലപ്പോഴും ശിവന്റെ രൂപങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ 11 രുദ്രന്മാരിൽ ഒരാളായും കണക്കാക്കപ്പെടുന്നു. മരണം, ജീർണം, ദുഃഖം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുമതത്തിലെ ഒരു ദേവതയാണ് നിരൃതി. ആദ്യകാല ഹിന്ദു ഗ്രന്ഥങ്ങളിൽ മരിച്ചവരുടെ രാജ്യത്തിൽ വസിക്കുന്ന ഒരു ദേവതയായി നിരൃതിയെ ചിത്രീകരിച്ചിരിക്കുന്നു. കിഴക്ക് ഇന്ദ്രനും പടിഞ്ഞാറ് വരുണനുമാണ്. തെക്ക് യമനും വടക്ക് സോമനും. വായു വടക്കു പടിഞ്ഞാറും അഗ്നി തെക്കു കിഴക്കുമാണ്. വടക്ക് കിഴക്ക് ഈശാനനും തെക്കു പടിഞ്ഞാറ് നിരൃതിയുമാണ്. ബ്രഹ്മാവ്, ശാസ്താവ്, അനന്തൻ, ദുർഗ, സുബ്രഹ്മണ്യൻ, കുബേരൻ, നിർമാല്യധാരി, സപ്തമാതൃക്കൾ എന്നിവയാണ് മറ്റ് 8 കല്ലുകൾ. ഈശാനന് തൊട്ടുമുമ്പാണ്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നിർമാല്യധാരി. ഈശാനന് ശേഷം തെക്കു ഭാഗത്ത് വടക്കു കിഴക്കേ മൂലയിലാണ് ബ്രഹ്മാവ്. നിരൃതിക്ക് തൊട്ടുമുമ്പ് കിഴക്ക് ഭാഗത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് ശാസ്താവ്. നിരൃതി കഴിഞ്ഞാൽ വടക്ക് ഭാഗത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് അനന്തൻ. വായുവിൻ്റെ തൊട്ടു പിന്നാലെ വടക്കു പടിഞ്ഞാറേ മൂലയിലാണ്, അതായത് വായുവിൻ്റെ വടക്ക് ഭാഗത്ത് ദുർഗയും വായുവിൻ്റെ കിഴക്ക് ഭാഗത്ത് സുബ്രഹ്മണ്യനും. കിഴക്ക് സോമൻ്റെ തൊട്ടു പിന്നിലാണ്, അതായത് വടക്ക് ഭാഗത്ത് കുബേരൻ. സപ്തമാതൃക്കൾ
തെക്കുഭാഗത്ത് 7 കല്ലുകളുടെ കൂട്ടമായാണ് കാണപ്പെടുന്നത്. അവ ചിലപ്പോൾ ചെമ്പ് ഷീറ്റിൽ പൊതിഞ്ഞിരിക്കും. യമന് പിന്നിൽ, അതായത് തെക്കുഭാഗത്ത് അല്പം പടിഞ്ഞാറ് ദിശയിലാണ് ഇവ കാണപ്പെടുന്നത്. സപ്തമാതൃക്കൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സപ്തമാതൃക്കളുടെ കൂട്ടത്തിൽ നമുക്ക് 2 കല്ലുകൾ കൂടി കാണാൻ സാധിക്കും. അങ്ങനെ 7ഉം 2ഉം 9 കല്ലുകളാണ് ആ കൂട്ടത്തിൽ. ഒരുമിച്ചുള്ള 7 കല്ലുകൾ ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ 7 ദേവീ സങ്കല്പത്തിലാണ്. ബ്രഹ്മാണിയുടെ തൊട്ടടുത്തായി വീരഭദ്രനും ചാമുണ്ഡിയുടെ തൊട്ടടുത്തായി ഗണപതിയും. ഇതാണ് സപ്തമാതൃക്കളുടെ കൂട്ടം. ഇത് ചിലപ്പോൾ യമൻ്റെ തൊട്ടു തെക്ക് ഭാഗത്താണ് കാണാറ്. ഇവരെല്ലാം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ സംരക്ഷകരാണ്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല അവരുടെ ഉത്തരവാദിത്വത്തിലാണ്. ഈ ഓരോ ബലിക്കല്ലിനു ചുറ്റും അനേകം ഭൂതഗണങ്ങൾ വേറെയുമുണ്ട് എന്നാണ് സങ്കല്പം. പ്രധാന ദേവനെ ആശ്രയിച്ച് ഇവരുടെ എണ്ണത്തിലും മാറ്റമുണ്ടാവുന്നുണ്ട്. ഓരോരുത്തർക്കും സേവകരായി വേറെയും നിരവധി ഭൂതഗണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് സങ്കല്പം. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തെ ബലിവട്ടത്തിൽ കാണാവുന്ന ബലിക്കല്ലുകളെക്കുറിച്ച് മനസ്സിലായി. ഈ വീഡിയോ പരമ്പരയുടെ 2ാം ഭാഗത്തിൽ ബലിക്കല്ലുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കിടുന്നതിനും അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്. ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കൂ.